ഹലോ ഗായ്സ്, വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ. അങ്ങനെ എഡൻ ഹസാർഡിന്റെ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു കാർഡ് തന്നിട്ടുണ്ട്. ആളുടെ റയൽ മാഡ്രിഡിലെ കാർഡാണ്. നമുക്കറിയാം റയൽ മാഡ്രിഡിലെ ആൾ ആദ്യം കളിച്ചിട്ടില്ല, പക്ഷെ ഇതൊരു ഫ്രീ കാർഡാണ്. എന്നാലും നല്ല ആട്രിബ്യൂട്ട്സ് ഒക്കെ ഉള്ള ഒരു കാർഡാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാനായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ആൾക്ക് എല്ലാ സൈഡിലും എബിലിറ്റി ഉണ്ടാവും. ആളുടെ മെയിൻ എബിലിറ്റി നമുക്കറിയാം ട്രിബിളിംഗ് ആണ്. രക്ഷയില്ലാത്ത ട്രിബിളറാണ്. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ലെഫ്റ്റ് വിങ്ങറും. നമുക്ക് നമ്പർ 10 ആയിട്ടാണ് കളിപ്പിക്കാം. ആളെ കൂടുതലായിട്ട് ഞാൻ കളിപ്പിക്കുന്ന ഒരു നമ്പർ 10 ആയിട്ടാണ്. നിങ്ങൾക്കും അങ്ങനെ തന്നെ കളിപ്പിക്കാം. നല്ലൊരു ക്രിയേറ്റർ ആണ്, അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആണ്. ആൾക്ക് നല്ല പാസിംഗ് ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട്. ആളുടെ ഡബിൾ ടച്ച് എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പാസ് കൊടുക്കാൻ പറ്റും. ഫിനോമിനൽ പാസും കൂടി ഉണ്ട് ആൾക്ക്. ആൾക്ക് വീക്ക് ഫുട്ട് ഇല്ല. സത്യം പറഞ്ഞാൽ ആളുടെ 2 ഫുട്ടും അടിപൊളിയാണ്. നമുക്ക് ഈ ഗോളൊക്കെ കാണാം. കട്ട് ചെയ്ത് അകത്തേക്ക് പോയിട്ട് ആളുടെ വെയിറ്റ് ലെഫ്റ്റ് ഫുട്ടിനാണ് ആളത് ഫിനിഷ് ചെയ്യണത്. അത്യാവശ്യം കിംബാറുണ്ട്. നല്ല ബാങ്കായിട്ട് തന്നെ അടിച്ച് തുളച്ച് കയറ്റാൻ പറ്റിയൊരു ടൈപ്പ് കാർഡ് തന്നെയാണ്. ഒരു ഫ്രീ കാർഡാണ്, എന്നാലും നല്ല വെർത്തായിട്ടുള്ള കാർഡ് തന്നെയാണ് കൊണാമി നിലവിൽ നമുക്ക് തന്നേക്കണത്. നമുക്കറിയാം ചില കാർഡുകൾക്ക് പവർ കുറവായിരിക്കും ഫ്രീ ആയിട്ട് തരുമ്പോൾ, എന്നാൽ ഇതങ്ങനെ തോന്നിയില്ല. ഈ അത്യാവശ്യം ക്രിയേറ്റിവിറ്റി ഉള്ള പ്ലെയർ തന്നെയാണ്. നമുക്ക് കാണാം ആൾ ആ ബോൾ അവിടെ വിൻ ചെയ്തിട്ടാണ് ആ ബോൾ കൊടുക്കുന്നത്. പിന്നെ അത് ഇറ്റാക്ക് ഫിനിഷ് ചെയ്യുന്നുണ്ട്. ബാക്കി നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആളുടെ ക്രോസ് ആണെങ്കിലും അത്യാവശ്യം പാസിംഗ് ക്വാളിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് ലെഫ്റ്റ് വിങ്ങറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ക്രോസ് ഒക്കെ ഇട്ട് കൊടുത്താൽ പ്ലേയേഴ്സ് അത് ഫിനിഷ് ചെയ്തോളും. അത്യാവശ്യം ഹെഡിങ് എബിലിറ്റി ഉള്ള ഏതെങ്കിലും ഒരു പ്ലെയറിനെ നമ്മുടെ സ്ട്രൈക്കർ ആക്കിയാൽ മതി. നമ്പർ 9 ആക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അത് ഫിനിഷ് ആയിക്കോളും. ഇവിടെ നോക്കിയാലും കാണാം ആളെ കട്ട് ചെയ്തിട്ടാണ് ലെഫ്റ്റ് ഫുട്ടിനാണ് ആളാ പാസ് വെച്ച് കൊടുക്കുന്നത്. ത്രൂ പാസ്സാണ് അത്, ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം. നോക്കിയാൽ കാണാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു കാർഡായിട്ടാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. Well, we've seen the hunger to win it back and the focus to make it count. A very tasty combination. ആ പ്ലെയറോടെ മടക്കിയിട്ടാണ് ആൾ ആ ഗോൾ അടിക്കുന്നത്. നമുക്ക് കണ്ടാലറിയാം. കട്ട് ചെയ്ത് അകത്തേക്ക് പോയി, പിന്നെ ഫേക്കായിട്ട് ലെഫ്റ്റ് ഫുട്ടിനെടുത്ത് ആളുടെ കിക്കിംഗ് പവറാണ് നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അടിച്ച് തുളച്ച് കയറ്റാൻ പറ്റിയ രീതിയിലല്ലെങ്കിലും അത്യാവശ്യം ഉണ്ട് ആളുടെ കിക്കിംഗ് പവർ. പൊതുവെ ആളുടെ റണ്ണിനെ പറ്റി ആരും പറയണ ഞാൻ കേട്ടില്ല, പക്ഷെ അത്യാവശ്യം ലെഫ്റ്റ് വിങ്ങിൽ കൂടി നല്ലോണം ഓടിക്കയറുന്നുണ്ട്. തിരക്കില്ലാത്ത സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആളുടെ ആ ഗോൾ നോക്കിയാൽ കാണാം, ലെഫ്റ്റ് വിങ്ങിലെ ആള് ഉള്ളിലേക്ക് ഓടിക്കേറിയ പന്തെടുക്കണത്. അത്യാവശ്യം നല്ല റണ്ണൊക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ ഒരു ത്രൂ പാസ് വെച്ച് നോക്കി, പക്ഷെ ആള് ജസ്റ്റ് ഓഫ് സൈഡ് ആയി പോയി. പാസ് കൊടുക്കണ സൈഡാണ്, പക്ഷെ ഒരു പൊടിക്ക് ഓഫ് സൈഡ് ആയി ബെല്ലിഹാം. അത് കാരണം അത് ആ ഗോള് കിട്ടിയില്ല. അത്യാവശ്യം നല്ല ത്രൂ പാസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആൾക്ക്. എന്തായാലും ഫ്രീ കാർഡിൽ വെർത്തായിട്ടുള്ള പാസിങ് തന്നെയാണ് അത്. ഈ ഗോള് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അത് കട്ട് ചെയ്ത് അത് റൈറ്റ് ഫുട്ട് ഗോളാണ്. അകത്തേക്ക് നല്ല കോർണറിലാണ് അടിച്ച് കയറ്റുന്നത്. അത്യാവശ്യം അത് ആ കിക്കിംഗ് പവറിന്റെ പവർ കൂടിയാണത്. Simply triggered a collective determination to hit back, and they merit nothing less. Well, it would have been harder to miss. Well, I think the keeper has every reason to rip into that defence for allowing him to get into such a... നിങ്ങൾ ഈ കാർഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് വിങ്ങിലാണോ ആൾ നമ്പർ 10 ആയിട്ടാണോ കളിച്ചപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ ആളുടെ ക്രിയേറ്റിവിറ്റി വന്നതെന്നൊക്കെ നിങ്ങൾ കമൻ്റ് ആയിട്ട് ഇടുക. അപ്പം അത് എങ്ങനെയാണെന്ന് എനിക്ക് കൂടി ഒന്ന് അറിയാനായിട്ടാണ്. ഞാൻ പേഴ്സണലി നമ്പർ 10 ആയിട്ടാണ് കളിപ്പിക്കുന്നത് ആളെ. Well, his movement is all based on fine margins, and the timing of his run then was ideal.